ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അക്കൗണ്ടൻസിയുടെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ടോട്ടൽ ക്ലെയിംസ് എഗനിസ്റ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടി, ടോട്ടൽ ക്ലെയിംസ് എഗനിസ്റ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ ഇക്വിറ്റി, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി അസറ്റ്. ടോട്ടൽ ക്ലെയിംസ് എഗനിസ്റ്റ് ദ അസറ്റ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ്. ആൻസർ ഇക്വിറ്റി ആണ്. ആൻസർ ഇക്വിറ്റി. ആൻസർ ഇക്വിറ്റി ആണ്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാങ്ക് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഏത് ടൈപ്പിലുള്ള ഒരു അക്കൗണ്ട് ആണ്? ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ എന്നാണ്. ഓപ്ഷൻ കൊടുത്തേക്കുന്നതും അത് തന്നെയാണ്. ഓപ്ഷൻ എ പേഴ്സണൽ, ഓപ്ഷൻ ബി റിയൽ, ഓപ്ഷൻ സി നോമിനൽ, ഓപ്ഷൻ ഡി ഫിക്റ്റീഷ്യസ്. ബാങ്ക് അക്കൗണ്ട് എന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. ബാങ്ക് അക്കൗണ്ട് എന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ജേണൽ എൻട്രി ഹാവിംഗ് മോർ ദാൻ വൺ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഈസ് കോൾഡ് ഡാഷ് എൻട്രി. ഒരു ജേണൽ എൻട്രിക്ക് ഒന്നിലധികം ഡെബിറ്റ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും വരികയാണെങ്കിൽ അത്തരം ജേണൽ എൻട്രീസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കോൺട്രാ എൻട്രി, ഓപ്ഷൻ ബി കോമ്പൗണ്ട് എൻട്രി, ഓപ്ഷൻ സി ഓപ്പണിംഗ് എൻട്രി, ഓപ്ഷൻ ഡി ക്ലോസിംഗ് എൻട്രി. ഒരു ജേണൽ എൻട്രിക്ക് ഒന്നിലധികം ഡെബിറ്റും ഒന്നിലധികം ക്രെഡിറ്റും വരികയാണെങ്കിൽ ആ ജേണൽ എൻട്രി അറിയപ്പെടുന്ന പേരാണ് കോമ്പൗണ്ട് എൻട്രി. കോമ്പൗണ്ട് എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ, സെയിൽസ് ഡേ ബുക്ക് കണ്ടെയ്ൻസ് ഓൺലി. സെയിൽസ് ഡേ ബുക്കിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്തുമാത്രമാണ്? ഓപ്ഷൻ എ ക്രെഡിറ്റ് സെയിൽ, ഓൾ ക്രെഡിറ്റ് സെയിൽ, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്, ഓപ്ഷൻ സി ക്യാഷ് സെയിൽ, ഓപ്ഷൻ ഡി ക്രെഡിറ്റ് സെയിൽ ഓഫ് അസറ്റ്. വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റുകയുള്ളൂ. നമ്മൾ ചാടിക്കേറി എക്സാമിന് ക്രെഡിറ്റ് സെയിൽസ് എന്നുള്ള ആൻസർ കറപ്പിക്കും. അതുകൊണ്ട് ഓർത്തിരിക്കുക, സെയിൽസ് ഡേ ബുക്കിനകത്ത് എൻ്റർ ചെയ്യുന്നത് എന്താണ്? ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമാണ്. ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് ഓഫ്. പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ് ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് ഓഫ്. ഒരു ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ കൊണ്ട് ഏത് ടൈപ്പിലുള്ള എററാണ് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ എ കംപ്ലീറ്റ് ഒമിഷൻ, ഓപ്ഷൻ ബി പാർഷ്യൽ ഒമിഷൻ, ഓപ്ഷൻ സി ഡ്യൂപ്ലിക്കേഷൻ, ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക വഴി ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എററാണ് പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ. പാർഷ്യൽ ഒമിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് സൈഡിൽ എഴുതിയ ഒരു ട്രാൻസാക്ഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രി ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുള്ള ഒരു എൻട്രി ഡെബിറ്റ് സൈഡിൽ വരാതിരുന്നാൽ, ഇതാണ് പാർഷ്യൽ ഒമിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രിലിമിനറി എക്സ്പെൻസ് ഈസ് എ ഡാഷ് എക്സ്പെൻസ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്നത് ഏത് ടൈപ്പിലുള്ള എക്സ്പെൻസ് ആണ്? ഓപ്ഷൻ എ റവന്യൂ, ഓപ്ഷൻ ബി ക്യാപിറ്റൽ, ഓപ്ഷൻ സി ജനറൽ, ഓപ്ഷൻ ഡി ഡെഫേർഡ് റവന്യൂ. പ്രധാനമായിട്ടും 3 ടൈപ്പിലുള്ള എക്സ്പെൻഡിച്ചർ ആണുള്ളത്. 1 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, 2 റവന്യൂ എക്സ്പെൻഡിച്ചർ, 3 ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിൽ ആൻസർ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഒരു അസറ്റ് അക്യൂർ ചെയ്യാൻ വേണ്ടി ലോങ് ടേമിലേക്കുള്ള ഒരു എക്സ്പെൻഡിച്ചർ ആണ് ഉണ്ടാകുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നത് അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ആ എക്സ്പെൻഡിച്ചർ അവസാനിക്കുകയോ അല്ലെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിന്റെ ഗുണം നമുക്ക് തിരിച്ചു കിട്ടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ പണം മുടക്കി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള തിരിച്ചുവരവ് നമുക്ക് വർഷങ്ങൾ കൊണ്ട് മാത്രമേ നേടിയെടുക്കാൻ പറ്റുകയുള്ളെങ്കിൽ അതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് അഡ്വർടൈസ്മെന്റ്. സപ്പോസ് അഡ്വർടൈസ്മെന്റ് എന്നത് ഉണ്ടായിരിക്കുന്നത് 10 ലക്ഷം രൂപയാണെന്ന് സങ്കല്പിക്കുക. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ട് പരിഗണിക്കുന്ന അഡ്വർടൈസ്മെന്റ് ആ 10 ലക്ഷത്തിൽ 1/10 ആയിരിക്കും ഒരു വർഷം എഴുതി തള്ളുന്നത്, അല്ലെങ്കിൽ ഒരു വർഷം P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് ആ 1 ലക്ഷം രൂപ മാത്രമായിരിക്കും. ബാക്കിയുള്ള 9 ലക്ഷം രൂപ ഫിക്സീഷ്യസ് അസറ്റ് ആയിട്ട് കാണിക്കുകയാണ്. ഇങ്ങനെ 10 വർഷം കൊണ്ട് മാത്രമേ ആ മുടക്കിയ പൈസ നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. അതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ, ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. സാധാരണഗതിയിൽ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ബാങ്കർ, ഓപ്ഷൻ ബി ഡെപ്റ്റർ, ഓപ്ഷൻ സി കസ്റ്റമർ, ഓപ്ഷൻ ഡി ക്രെഡിറ്റർ. ആൻസർ ഓപ്ഷൻ സി കസ്റ്റമർ ആണ്. കസ്റ്റമർ. അടുത്തത്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ്. ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആയാലും അതെന്താണ്? ഓപ്ഷൻ എ ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി റവന്യൂ പ്രോഫിറ്റ്, ഓപ്ഷൻ സി റിസർവ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി പ്രൊവിഷൻ. പ്രോഫിറ്റ്, ഫിക്സഡ് അസറ്റ് വിറ്റ് കിട്ടുന്ന പ്രോഫിറ്റ് എപ്പോഴും ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിരിക്കും. ആൻസർ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറന്റ് അസറ്റ് ഈസ് കോൾഡ്. കറന്റ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഡിപ്രീസിയേഷൻ, ഓപ്ഷൻ ബി ഫ്ലക്ച്വേഷൻ, ഓപ്ഷൻ സി അപ്രീസിയേഷൻ, ഓപ്ഷൻ ഡി ലോസ്. കറന്റ് അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അറിയപ്പെടുന്ന പേരാണ് ഫ്ലക്ച്വേഷൻ. ഫ്ലക്ച്വേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, അസറ്റ് പർച്ചേസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസ് ഈസ് കോൾഡ്. ലോങ് ടേം പർപ്പസിലേക്ക് പർച്ചേസ് ചെയ്യുന്ന അസറ്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഫിക്സഡ് അസറ്റ്, ഓപ്ഷൻ ബി കറന്റ് അസറ്റ്, ഓപ്ഷൻ സി ഫിക്റ്റീഷ്യസ് അസറ്റ്, ഓപ്ഷൻ ഡി ഇൻടാഞ്ചിബിൾ അസറ്റ്. ലോങ് ടേമിലേക്ക് പർച്ചേസ് ചെയ്യുന്ന അസറ്റ് എപ്പോഴും അറിയപ്പെടുന്നത് ഫിക്സഡ് അസറ്റ് എന്നാണ്. ഫിക്സഡ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻസ് ആർ മെയ്ഡ് ബൈ പാസിംഗ് ഡാഷ് എൻട്രി. പ്രൊവിഷൻസ് ആർ മെയ്ഡ് ബൈ പാസിംഗ് ഡാഷ് എൻട്രി. ഓപ്ഷൻ എ ഓപ്പണിംഗ് എൻട്രി, ഓപ്ഷൻ ബി ക്ലോസിംഗ് എൻട്രി, ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ എൻട്രി, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റിംഗ് എൻട്രി. പ്രൊവിഷൻസ് നമുക്കറിയാം, ബിസിനസ് സ്ഥാപനത്തിൽ പ്രൊവിഷൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് ഒരു അഡ്ജസ്റ്റിംഗ് എൻട്രി ആണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. പ്രൊവിഷൻസ് ആർ മെയ്ഡ് ബൈ പാസിംഗ് ഡാഷ് എൻട്രി. ഓപ്ഷൻ എ ഓപ്പണിംഗ് എൻട്രി, ഓപ്ഷൻ ബി ക്ലോസിംഗ് എൻട്രി, ഓപ്ഷൻ സി റെക്ടിഫിക്കേഷൻ എൻട്രി, ഓപ്ഷൻ ഡി അഡ്ജസ്റ്റിംഗ് എൻട്രി. ആൻസർ ഓപ്ഷൻ ഡി അഡ്ജസ്റ്റിംഗ് എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഈസ് ഡെബിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡെബിറ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഡ്രോയിങ്സിൽ ഉണ്ടാകുന്ന ഇൻട്രസ്റ്റ് എവിടെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഡ്രോയിങ്സ്, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ്, ഓപ്ഷൻ ഡി എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എപ്പോഴും ഡെബിറ്റ് ചെയ്യുന്നത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്. എന്നാൽ
ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് മെഷീനറി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് റിപ്പയർ ചാർജസ് ഇറ്റ് ഈസ് ആൻ എറർ ഓഫ്. ഇഫ് മെഷീനറി അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് റിപ്പയറിംഗ് ചാർജസ് ഇറ്റ് ഈസ് ആൻ എറർ ഓഫ്. ഓപ്ഷൻ എ ഒമിഷൻ, ഓപ്ഷൻ ബി കമ്മീഷൻ, ഓപ്ഷൻ സി പ്രിൻസിപ്പൽ, ഓപ്ഷൻ ഡി ഡ്യൂപ്ലിക്കേഷൻ. മെഷീനറി അക്കൗണ്ടിൽ റിപ്പയറിംഗ് ചാർജസ് ഡെബിറ്റ് ചെയ്താൽ അത് ഏത് ടൈപ്പിലുള്ള എറർ ആണ് എന്ന് ചോദിച്ചാൽ എറർ ഓഫ് പ്രിൻസിപ്പൾ ആണ്. എറർ ഓഫ് പ്രിൻസിപ്പൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ആയി പരിഗണിക്കുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ എ പർച്ചേസ് ബുക്ക്, ഓപ്ഷൻ ബി സെയിൽസ് ബുക്ക്, ഓപ്ഷൻ സി ഡേ ബുക്ക്, ഓപ്ഷൻ ഡി ജനറൽ ലെഡ്ജർ. ആൻസർ ഓപ്ഷൻ സി ഡേ ബുക്കാണ്. ഡേ ബുക്കാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി നെറ്റ് റിസൾട്ട്, ഓപ്ഷൻ ഡി സർപ്ലസ്. ആൻസർ ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡെബിറ്റ് നോട്ട് ഈസ് പ്രിപ്പയർഡ് ബൈ. ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻ എ ഡെറ്റർ, ഓപ്ഷൻ ബി ബയർ, ഓപ്ഷൻ സി സെല്ലർ, ഓപ്ഷൻ ഡി ബാങ്കർ. എപ്പോഴും ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ബയർ ആയിരിക്കും അല്ലെങ്കിൽ പർച്ചേസർ ആയിരിക്കും. പർച്ചേസർ ആയിരിക്കും ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലർ ആയിരിക്കും. ക്രെഡിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെല്ലർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ക്യാഷ് ഫ്ലോട്ട് ഈസ് ഓൾസോ കോൾഡ്. ക്യാഷ് ഫ്ലോട്ട് അല്ലെങ്കിൽ അതിനെ വേറെ ഏത് തരത്തിലാണ് അറിയപ്പെടുന്നത്? ക്യാഷ് ഫ്ലോട്ട് ഈസ് ഓൾസോ കോൾഡ്. ഓപ്ഷൻ എ ഫ്ലൂയിഡ് റിസോഴ്സസ്, ഓപ്ഷൻ ബി ലിക്വിഡ് ക്യാഷ്, ഓപ്ഷൻ സി ഇംപ്രസ്ഡ് എമൗണ്ട്, ഓപ്ഷൻ ഡി അസറ്റ്. ക്യാഷ് ഫ്ലോട്ട് അഥവാ ഇംപ്രസ്ഡ് അക്കൗണ്ട് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഇംപ്രസ്ഡ് അക്കൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് ഫ്ലോട്ട്. ഇംപ്രസ്ഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ഈസ് എ. ഷെയർ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് എന്തിന് ഉദാഹരണമാണ് അല്ലെങ്കിൽ അത് എന്താണ്? ഓപ്ഷൻ എ റവന്യൂ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി റവന്യൂ ലോസ്, ഓപ്ഷൻ സി ക്യാപിറ്റൽ പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി റിസർവ് ക്യാപിറ്റൽ. ഷെയർ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പ്രോഫിറ്റ് അറിയപ്പെടുന്നതാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഈസ് എ. അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് എന്നത് എന്താണ്? വീതിച്ചു കൊടുക്കാത്ത പ്രോഫിറ്റ്. അത് എപ്പോഴും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി ആയിരിക്കും. ഓപ്ഷൻ എ അസറ്റ്, ഓപ്ഷൻ ബി ലയബിലിറ്റി, ഓപ്ഷൻ സി ചാർജ്, ഓപ്ഷൻ ഡി പ്രോഫിറ്റ്. ആൻസർ ഓപ്ഷൻ ബി ലയബിലിറ്റി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആർ നോട്ട് റെക്കോർഡഡ് ഇൻ അക്കൗണ്ട്സ് ബുക്സ് ബിക്കോസ് ഡാഷ് കൺസെപ്റ്റ്. പണസംബന്ധമായിട്ട് ഉള്ളതല്ലാതെ ഒരു ട്രാൻസാക്ഷനും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഇത് ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഓപ്ഷൻ എ എൻറ്റിറ്റി കൺസെപ്റ്റ്, ഓപ്ഷൻ ബി ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഓപ്ഷൻ സി കോസ്റ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ഡി മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഷോൺ ഇൻ. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് ഷോൺ ഇൻ. ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന പ്രൊവിഷൻ സാധാരണയായി എവിടെയാണ് കാണിക്കുന്നത്?
ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. എപ്പോഴും ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പ്രൊവിഷൻ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറീസ് ആർ ഷോൺ ഇൻ. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് സാധാരണയായി എവിടെയാണ് എഴുതുന്നത്? ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ സി ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എപ്പോഴും സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് കാണിക്കുന്നത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പെൻസിനോടൊപ്പം ആഡ് ചെയ്ത് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലുമായിരിക്കും കാണിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതേണ്ടത് ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ആൻഡ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതാണ് സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് മീൻസ് മണി സ്പെൻഡ് ഓൺ അക്വയറിംഗ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പണം ചെലവഴിക്കുകയാണെങ്കിൽ അത് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ബി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ സി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഇങ്ങനെ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എപ്പോഴും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് ഷോൺ ഇൻ. ഡിപ്രീസിയേഷന്റെ പ്രൊവിഷൻ സാധാരണയായി കാണിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ ബി ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട്, ഓപ്ഷൻ സി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഡിപ്രീസിയേഷന്റെ പ്രൊവിഷൻ ആയിക്കോട്ടെ, ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ പ്രൊവിഷൻ ആയിക്കോട്ടെ, ഇത് എൻട്രി ചെയ്യുന്നത് ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് ആണ്.